ഹലോ ഫ്രണ്ട്സ്, മാജിക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ തേങ്ങ ഒഴിക്കാത്ത ഒരു സാമ്പാറാണ് ഉണ്ടാക്കാൻ പോണത്. അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ കുറച്ച് കഷ്ണങ്ങളൊക്കെ ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട്. എല്ലാ കഷ്ണവും ഇട്ടിട്ടുണ്ട്. അവരയ്ക്ക, ഇളവൻ, മത്തൻ, കത്തിരിക്ക, മുരിങ്ങക്കായ്. ഗ്യാസ് ഒന്ന് കത്തിച്ചിട്ട് ഇത് കുറച്ച് എണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് സാമ്പാർ വെച്ച ശേഷം താളിപ്പിടാം. ഒന്ന് വറുത്തെടുക്കാനുണ്ട്. വെണ്ടയ്ക്കും മുള്ളങ്കി ഇട്ട് ഒന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ എണ്ണ ഒഴിച്ചിരിക്കുന്നത്. ചൂടായിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് വറുത്തെടുക്കാം നമുക്ക്. വെണ്ടയ്ക്ക ഒരു 3 വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. ഒരു മുള്ളങ്കി എടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് നടുകെ കയറിയ 2 പച്ചമുളക്, കുറച്ച് ചെറിയ ഉള്ളി, ഒരു 4 ചെറിയ ഉള്ളി എടുത്തു. നന്നായിട്ട് വറുത്തെടുക്കും. വെണ്ടയ്ക്കയുടെ ഒരു വെളുപ്പ് പൂന്നായിരിക്കും ഒന്ന് വറുത്തെടുക്കാം. ഞാൻ ഒരു കപ്പ് ഒരു പാത്രത്തിൽ പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട് കുക്കറിൽ. ഇതൊരു പാത്രം, ഇതിലൊരു പാത്രം തോരൻ പരിപ്പ്, ഒരു പാത്രം ചെറുപയറിൻ്റെ പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വറുത്തെടുക്കും. വെണ്ടയ്ക്കൊക്കെ നന്നായി വറന്നിട്ടുണ്ട്. നമുക്ക് ഈ കഷ്ണങ്ങളൊക്കെ ഇടാം. മത്തൻ, ഇളവൻ, കത്തിരിക്ക, മുരിങ്ങക്കായ്, അവരയ്ക്ക. നമ്മുടെ വീട്ടുകാർ നല്ല കഷ്ണങ്ങളൊക്കെ കൂട്ടും. അതുകൊണ്ടാണ് നിറയെ കഷ്ണം ഇട്ടിരിക്കുന്നത്. ഇതിവിടെ കുറച്ച് വെള്ളം ഒഴിക്കാം. കഷ്ണം വേകാനുള്ള വെള്ളം ഒഴിക്കാം. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കാം. അത് നന്നായിട്ടൊന്ന് വേകട്ടെ. ഇളവൻ നമ്മുടെ വീട്ടിൽ കാച്ചതാണ്. മുരിങ്ങക്കായും ഇവിടെ ഉള്ളത് തന്നെ. ബാക്കിയൊക്കെ വാങ്ങിച്ചതാണ്. ഒന്ന് ഇളക്കി കൊടുക്കുക. ഇടയ്ക്ക് ഒന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കണം. എന്താ തിളച്ചിട്ടേ ഉള്ളൂ. രണ്ട് തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്നും കൂടെ അടച്ചു വയ്ക്കാം. തുറന്ന് നോക്കാം. കുറച്ച് ഉപ്പിടാം. കഷ്ണത്തിന് ആവശ്യമുള്ള ഉപ്പിടാം. 1 സ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. പിന്നെ പൊടിയിൽ കുറച്ച് ഇട്ടിട്ടുണ്ട്. കുറച്ചും കൂടി ഇട്ടു. നമ്മൾ വീട്ടിൽ കാച്ച ഇളവനൊന്നും വേഗം വേകില്ല. നല്ല ടേസ്റ്റ് ഉണ്ടാവും. കടയത്തൊക്കെ വേഗം വെന്ത് ഉടഞ്ഞു പോകും. മുള്ളങ്കി സാമ്പാർ, തേങ്ങ ഒഴിക്കാത്ത സാമ്പാർ. 2 തക്കാളി ഇട്ടിട്ടുണ്ട്. ഞാൻ വെളുത്തുള്ളി ഇടാൻ മറന്നുപോയതാണ്. ഞാൻ ഒരു 2 വെളുത്തുള്ളി ഇടുന്നുണ്ട്. ഞാൻ വെണ്ടയ്ക്ക് വറക്കുമ്പോൾ ഇടേണ്ടതാണ്, മറന്നു. വെളുത്തുള്ളി ഇടുന്നുണ്ട്. വെളുത്തുള്ളി ജീരകമൊക്കെ ഇട്ടാൽ നമുക്ക് ഗ്യാസിൻ്റെ കംപ്ലൈൻറ്റ് ഉണ്ടാവില്ല. എല്ലാത്തിലും നമ്മൾ ഒരു വെളുത്തുള്ളി അല്ലെങ്കിൽ 2 വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഗ്യാസിൻ്റെ കംപ്ലൈൻറ്റ് ഉണ്ടാവില്ല. പരിപ്പും ഇതൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ ഗ്യാസിൻ്റെ ഉണ്ടാവും. ഇത് തക്കാളി ഇടാം. 2 തക്കാളി.
ഇളക്കി കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെക്കാം. പുളി ഇത്തിരി കുതിർത്തിയിട്ട് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതൊന്ന് തക്കാളി വെന്തിട്ട് ഇടാം. തുറന്ന് നോക്കിയിട്ട് പരിപ്പ് വേവിച്ച് വെച്ച തോരൻ പരിപ്പും ചെറുപയർ പരിപ്പായിട്ട് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. അത് എന്നിട്ട് കൂടി ഇട്ട് കൊടുക്കാം. നന്നായി വേവിച്ചതാണ്. ഇത് നന്നായിട്ടൊന്ന് തിളച്ചിട്ട് പുളി ഒക്കെ ഒഴിക്കും. നന്നായി തിളയ്ക്കുന്നുണ്ട്. പുളി ഒഴിക്കാം. പുളിയുടെ കൂടെ തന്നെ ഞാൻ ഇതിലൊരു രണ്ട് സ്പൂണ് സാമ്പാർ പൊടി പുളിയുടെ കൂടെ കലക്കുന്നുണ്ട്. ഞാൻ അവിടെ വീട്ടിൽ പൊടിച്ച സാമ്പാർ പൊടിയാണ്. ഞാൻ വേറെ വീഡിയോയിൽ ഞാൻ സാമ്പാർ പൊടി പൊടിച്ചത് ഞാൻ കാണിച്ചിട്ടുണ്ട്. സാമ്പാറിന് പൊടിക്കുമ്പോൾ നന്നായിട്ട് പൊടിക്കണ്ട. ഇതിൻ്റെ കൂടെ ഒഴിച്ചു കൊടുക്കും. ഇതിൻ്റെ കൂടെ ഒഴിക്കുമ്പോൾ കുറച്ച് മുളക് പൊടി ഇടാം. ഇതിൽ മുളക് ഇട്ടിട്ട് തന്നെ പൊടിച്ചിരിക്കുന്നത്. കുറച്ച് എരിവ് വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ മുളക് പൊടി ഇട്ടിട്ട് ഒന്നും കൂടെ കലക്കി കൊടുക്കാം. നന്നായി കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. പുളിവെള്ളത്തിൽ തന്നെ ഞാൻ പൊടിയിട്ട് കലക്കിയിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. എന്നിട്ട് പെരുങ്കായപ്പൊടി ഇടാം. പെരുങ്കായം സാമ്പാർ പൊടിയിൽ ഇട്ടിട്ടുണ്ട്, എന്നാലും കുറച്ചും കൂടെ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളക്കട്ടെ. തിളക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഒന്ന് അടച്ച് വെക്കാം. തുറന്ന് നോക്കാം. നന്നായി തിളയ്ക്കുന്നുണ്ട്. തേങ്ങ ഒഴിക്കാത്ത സാമ്പാർ. ഇത് ചൂടൊന്ന് ആറിക്കഴിഞ്ഞ് ഒന്ന് ഒരു തിക്ക് വരും. നന്നായിട്ട് ഈ മണമൊക്കെ നേരി പിടിച്ചിട്ട് മസാലകളൊക്കെ നന്നായി പിടിക്കണം. നന്നായി തിളക്കട്ടെ. നമുക്ക് എരിവ് ഉപ്പൊക്കെ നോക്കാം. പോരെങ്കിൽ ഉപ്പിടാം. എരിവ് പോരെങ്കിൽ കുറച്ചും കൂടെ മുളക് പൊടി ഇടാം. പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ കൂടെ. നോക്കിയിട്ട് ഇട്ടാൽ മതി. നല്ല സാമ്പാർ. തേങ്ങയില്ല എന്ന് പറഞ്ഞിട്ട് സാമ്പാർ ഇത് വെക്കാതിരിക്കണ്ട. ഇതെങ്ങനെ ഉണ്ടാക്കുക സാമ്പാർക്ക്. ഇനി ഇതിലേക്ക് പെരുങ്കായപ്പൊടി ഇടാം. കുറച്ച് പെരുങ്കായപ്പൊടി ഇട്ടു. ഇനി കുറച്ച് കരിവേപ്പില, മല്ലിയില, കുറച്ച് കരിവേപ്പില ഇട്ടിട്ടുണ്ട്, കുറച്ച് മല്ലിയില. സാമ്പാർ റെഡിയായി. ഇനി അതിലേക്ക് താളിച്ചിടാം. ഒന്ന് ഇറക്കി വെച്ചിട്ട് കണ്ടി വയ്ക്കുക. വെളിച്ചെണ്ണ ഒഴിക്കുക. ഇതിൻ്റെ കൂടെ കുറച്ച് നെയ്യൊക്കെ ഇടാം. ചിലവർക്ക് നെയ്യ് ഇഷ്ടപ്പെട്ടില്ല. നെയ്യിട്ടാൽ നല്ല മണം ഉണ്ടാവും. ഇതൊന്ന് എണ്ണ ചൂടായിട്ട് കടുകിട്ട് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. കടുകിട്ട് കൊടുക്കുക. ഒന്ന് താത്തി വെച്ചിട്ട് കടുകിട്ട് കൊടുക്കുക. ഒരു 1.5 സ്പൂണ് കടുക് ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ
കുറച്ച് ജീരകം എന്നിട്ട് ഗ്യാസ് ഓഫാക്കുക. ഒരു പറമുളക്. താളിപ്പ് റെഡിയായി. സാമ്പാറിൻ്റെ കൂടെ ഇട്ടു. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങ ഒഴിക്കാത്ത സാമ്പാർ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാകുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ഷെയർ ഒക്കെ ചെയ്യാൻ മറക്കരുത്. ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുള്ളങ്കിയൊക്കെ ഇട്ട സാമ്പാറാണ്. ചോറിൻ്റെ കൂടെ കഴിക്കുക, ദോശയ്ക്ക് എടുക്കുക, ഇഡ്ഡലിക്ക് എടുക്കുക. ഉള്ളി ഇട്ടിട്ടുണ്ട്. ഇനി അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബായ്.